ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഞാനും എൻ്റെ വീട്ടുകാരും കൂടി എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ രാത്രി വന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ പുതിയ ഷോപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനും എൻ്റെ അനിയത്തിയും നാത്തൂനും പിന്നെ ഉമ്മയും കൂടിയും ആണ് കേട്ടോ പോണത്. മക്കളും ഉണ്ട്, ചെറിയ നാത്തൂനില്ല, അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ റോഡിലേക്ക് ഇങ്ങോട്ട് വരില്ല, കാരണം നല്ലോണം കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഓട്ടോക്കാർ അങ്ങനെ വരാറില്ല. അപ്പോൾ അവിടെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ടേക്ക് നടന്ന് വരികയാണ്. അപ്പോൾ പാണ്ഡ്യമുറ്റത്താണ് അവളെ വീട് വരുന്നത്. എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയാം, ജ്യേഷ്ഠത്തിൻ്റെ വീടും പിന്നെ അവിടുത്തെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ വ്ളോഗിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ നടന്നു പോവാണ്. അവരറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആദ്യം തന്നെ ഞങ്ങളെക്കായി മുന്നിൽ ഓടിയിട്ട് അവിടെ വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ജ്യേഷ്ഠത്തിൻ്റെ മോൾ ഓടി വരുന്നുണ്ട് ലച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ ലച്ചിനെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവരെ കിട്ടിയാൽ മതി, അവരിങ്ങനെ എടുത്ത് എല്ലായിടത്തും കൊണ്ട് നടക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാനും എൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അരി ഇറച്ചി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സർപ്രൈസായിട്ട് പോവുമായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. അതൊക്കെ കാണുന്നത് നിങ്ങൾ വിചാരിക്കും വിരുന്നൊക്കെ പോകുമ്പോൾ ഇറച്ചി അരിയൊക്കെയാണോ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ ഞങ്ങൾ ഒരു പ്ലാനിങ് ഇങ്ങനെ ആയിരുന്നു. ഞാനും അനിയത്തിയൊക്കെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെ ഇവളടുത്തേക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ലീവാണല്ലോ കുട്ടിയൊക്കെ പൊതുവെ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. രാവിലെ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ 10 മണി ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണ് അറിഞ്ഞത് നാളെ ഇവളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇവൾ പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ മോൾക്ക് ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് അനിയത്തി കളിയൊക്കെ കേട്ടോ, എൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇറച്ചി അരിയൊക്കെയാണ് കൊണ്ടുവന്നിക്കണമെന്ന് പറഞ്ഞിട്ട്. പൊതുവേ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കേക്ക് മിഠായി അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുവരിക. പക്ഷേ നമ്മളത് അറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ ഒരു വരവ്. പിന്നെ അത് നമ്മൾ ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ മിഠായിയൊക്കെ തിന്നണതിൻ്റെ തിരക്കിലാണ്. അതിനിടയ്ക്ക് അവൾ വെള്ളമൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണല്ലോ മന്തി. അപ്പോൾ ഞങ്ങൾ മന്തിൻ്റെ റൈസ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മന്തിയൊക്കെ റെഡിയാക്കി. നമ്മളിപ്പോൾ വിരുന്നുകാർ വന്നാലും അതുപോലെ തന്നെ സൽക്കാരത്തിനായാലും ഒക്കെ മന്തിയാണ് കേട്ടോ റെഡിയാക്കുക. മന്തിന് വെല്ലാം വേറെ ഒരു റൈസും ഇല്ല, കാരണം പണികളും എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയാവും ചെയ്യും. മാത്രമല്ല കിച്ചണൊന്നും വല്ലാതെ അലങ്കോലാവില്ല, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മന്തി ഉത്തമമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കൂടുതലും പെട്ടെന്ന് മന്തിയാണ് റെഡിയാക്കുക. ഇപ്പോൾ വിരുന്നേര് വന്നാലൊന്നും ടെൻഷനൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയുള്ള മന്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ എൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡിയായി, കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അപ്പോൾ അവർ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സിറ്റൗട്ടിൽ വന്നിട്ടാണോ ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഈവനിങ് ആണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളത്. ഈവനിങ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റ് ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. 10:30-ക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ റാക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആക്കാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഞങ്ങളെ കൂടെ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. അവരൊറ്റയ്ക്ക് ഇപ്പോൾ അവിടെ നിൽക്കില്ലല്ലോ. അങ്ങനെ ലച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അടിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്കും അടിക്കണം കേട്ടോ. അപ്പോൾ അവളും ചൂലേറ്റ് അങ്ങനെ നടക്കുകയായിരുന്നു.
ഉറക്കം ആസ്വദിച്ചോ? കാർ കയറിയിരുന്ന എനിക്കിങ്ങനെ പീടെ നന്നാക്കാൻ വന്നതാ. നന്നാക്കി എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.